ഒരു സ്ത്രീയോട് ഒരു പുരുഷന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കരുണ അവളെ കരയിപ്പിക്കാതിരിക്കലാണ്. വിളക്കണഞ്ഞാൽ മാത്രമല്ല, വിളക്കായി തെളിഞ്ഞവർ അണഞ്ഞാലും ഫലം ഇരുട്ട് തന്നെയായിരിക്കും. തനിയെ തുടങ്ങുന്ന യാത്രയാണ് ജീവിതം. വഴിയിൽ പലരും കൂടെ കൂടും. ചിലർ ചിരിപ്പിക്കും, ചിലർ കരയിപ്പിക്കും. അവസാനം യാത്രയെ അവസാനിപ്പിക്കാൻ നേരം നമ്മൾ വീണ്ടും ഒറ്റയ്ക്കാകും. അതുകൊണ്ട് സ്വയം ജീവിക്കാൻ പഠിക്കുക. വിഷം ചീറ്റുന്ന കാര്യത്തിൽ പാമ്പുകളേക്കാൾ ഒരു പടി മുകളിലാണ് പലപ്പോഴും മനുഷ്യർ. എപ്പോഴും നമ്മൾ നമ്മളുടെ സത്യസന്ധത ബോധിപ്പിക്കേണ്ടത് സ്വന്തം മനസാക്ഷിയോടാണ്. ഒരിക്കലും മാറ്റാനാകാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ അംഗീകരിച്ച് മുന്നോട്ടു പോവുകയാണ് ഉചിതം. നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങൾക്കു വേണ്ടി 1000 തവണ ആകുലപ്പെട്ടിട്ടും കാര്യമില്ല. ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ സ്വാഭാവികമാണ്. അതിനാൽ ഉയർച്ചകളിൽ അഹങ്കരിക്കാതിരിക്കുക, താഴ്ചകൾ കണ്ട് പിന്മാറാതിരിക്കുക. കുടുംബം എന്നാൽ രക്തബന്ധം മാത്രമല്ല. നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളപ്പോൾ ആരാണോ നിങ്ങളുടെ കൈ പിടിക്കാൻ തയ്യാറാകുന്നത് അവരും കുടുംബം തന്നെയാണ്. ക്ഷമയാണ് ജീവിതത്തെ വിജയത്തിലെത്തിക്കുന്നത്. മടിയാണ് ജീവിതത്തെ ദാരിദ്ര്യത്തിലാക്കുന്നത്. അമിതമായ വികാരമാണ് മനുഷ്യനെ ഭ്രാന്തിലെത്തിക്കുന്നത്. അമിതമായ ആഗ്രഹമാണ് മനുഷ്യനെ ദുഃഖത്തിലാക്കുന്നത്. ബലമില്ലാത്ത ഒറ്റ കണ്ണി മതി ഒരു ചങ്ങലയെ ദുർബലമാക്കാൻ. അതുപോലെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒറ്റ ബലഹീനത മതി നമ്മുടെ മുഴുവൻ വ്യക്തിത്വത്തെയും ജീവിതത്തെയും തകർത്തു കളയാൻ. അഗാധമായ സ്നേഹം, അന്ധമായ വിശ്വാസം, അമിതമായ പ്രതീക്ഷകൾ ഇവയെല്ലാം ഭാവിയിൽ തീരാ ദുഃഖത്തിലേക്കുള്ള പാതകളായി മാറും. നിങ്ങളുടെ വിജയം കാണാനും അഭിനന്ദിക്കാനും ഒരുപാട് പേരുണ്ടാകും. എന്നാൽ അതിനു മുന്നേ നിങ്ങൾ ആ വിജയത്തിലെത്താൻ വേണ്ടി സഹിച്ച സഹനങ്ങൾക്ക് വില നിശ്ചയിക്കാൻ ആർക്കും കഴിയില്ല. അതാരും അറിയുകയുമില്ല. നിങ്ങളിപ്പോൾ അഭിമുഖീകരിക്കുന്നത് എന്താണോ, ഒരു ദിവസം അതും കടന്നു പോകും. ക്ഷമയോടെ കാത്തിരുന്നാൽ തീർച്ചയായും ഒരു ദിവസം മനസ്സും ശരീരവും സമാധാനത്തിൽ എത്തിച്ചേരും. നിങ്ങളെ വെറുക്കുന്നവരെ ഒരിക്കലും നിങ്ങൾ വെറുക്കരുത്. പകരം അവരെ ബഹുമാനിക്കുക. കാരണം നിങ്ങൾ അവരെക്കാൾ മികച്ചവരാണെന്ന് ഏറ്റവും കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരാണ്. ഒരു യഥാർത്ഥ സ്ത്രീ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പണമോ പ്രശസ്തിയോ ഒന്നുമല്ല. അവൾ ആഗ്രഹിക്കുന്നത് യഥാർത്ഥ സ്നേഹവും വിശ്വാസവും കരുതലുമാണ്. ബുദ്ധിമുട്ടനുഭവിക്കുന്ന അവസരങ്ങളിൽ ആളുകൾ നിങ്ങളെ തിരഞ്ഞു വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം മൂല്യമുള്ളതാണ്. പകർന്നു നൽകിയത് പകരം വയ്ക്കാനാവാത്ത സ്നേഹമാണെങ്കിൽ പറത്തിവിട്ടാലും തിരികെ നിങ്ങളിലേക്ക് തന്നെ പറന്നിറങ്ങും. പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ സാധിക്കാത്തതോ ആയി ഒന്നുമില്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഇന്നിൻ്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക.